ഹായ് ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദേവൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഏച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. കുറച്ച് ദിവസം ഞാനിനി ഇവിടെ ഉണ്ടാവും. ഉച്ചക്കാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഏച്ചി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് അനുവായിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവും. പിന്നെ ഏച്ചിയുടെ ഹസ്ബൻഡ് മോഹനേട്ടൻ ഒരു ടൂറ് പോവുകയാണ്. ഏട്ടൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ആ ടൂറ് പോവുകയാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും അമ്മ വന്നു. അപ്പോൾ അമ്മയും ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനിയിലേക്ക് പോവാണ്. ഏച്ചിയുടെ വീട്ടിൽ നിന്ന് അടുത്താണ് കേട്ടോ പറശ്ശിനി. ഓട്ടോ ആക്കി പോകാനുള്ള ദൂരേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പറശ്ശിനിയിലേക്ക് പോവുകയാണ്. മുത്തപ്പൻ കഴിപ്പിക്കാൻ ഒരു നേർച്ചയുണ്ടായിരുന്നു. എന്തെങ്കിലും സങ്കടമോ ബുദ്ധിമുട്ടോ വന്നാൽ ആദ്യം വിളിക്കുന്നത് ഞങ്ങൾ മുത്തപ്പനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പറശ്ശിനിയിൽ നിന്നാണ് ഞങ്ങൾ മുത്തപ്പൻ കഴിപ്പിക്കൽ. അങ്ങനെ ഭക്തിയുടെ അത്ഭുതമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടോ. ശാന്തിയും വിശ്വാസവും നിറഞ്ഞ ഈ സ്ഥലം ഓരോ തവണ വരുമ്പോഴും മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് തരുന്നത്. ഇവിടുത്തെ അന്തരീക്ഷവും മുത്തപ്പൻ്റെ അനുഗ്രഹവും നേരിൽ അനുഭവിക്കാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ്റെ പ്രസാദമായ വൻപയറും ചായയും കുടിക്കാൻ പോവുകയാണ്. പിന്നെ മുത്തപ്പൻ കഴിപ്പിച്ചാൽ അതിൻ്റെ കുറി നമുക്ക് അവർ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതിന് അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുവാണ്. അങ്ങനെ മുത്തപ്പൻ്റെ പ്രസാദമായ വൻപയറും ചായയും കൊണ്ടുവന്നു. മുത്തപ്പൻ്റെ പ്രസാദമായി ലഭിക്കുന്ന വൻപയർ ഭക്തിയുടെ ഒരു ലളിതമായ അടയാളമാണ്. സാധാരണ ഒരു ഭക്ഷണം എന്നതിലുപരി അത് അനുഗ്രഹത്തിൻ്റെയും സമത്വത്തിൻ്റെയും പ്രതീകമായി ഭക്തർ സ്വീകരിക്കുന്നു. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തിരുനടയിലെത്തുന്ന ഏവർക്കും സ്നേഹത്തോടെയും ഭക്തിയോടെയും നിൽക്കുന്ന ഈ പ്രസാദം മനസ്സിലൊരു പ്രത്യേക ശാന്തിയും നിറവുമാണ് സമ്മാനിക്കുന്നത്. മുത്തപ്പൻ്റെ കൃപ പോലെ ലളിതവും പവിത്രവുമായ ഈ പ്രസാദം ഓരോ ഭക്തൻ്റെയും മനസ്സിൽ വിശ്വാസത്തിൻ്റെ രുചി നൽകുന്നു. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മുത്തപ്പനെ കാണാൻ പോയി. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന എൻ്റെ മുത്തപ്പനോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുതിയതായി എന്ത് തീരുമാനമെടുത്താലും ആദ്യം പറയുന്നത് എൻ്റെ മുത്തപ്പനോടാണ്. അതുപോലെ തന്നെ എന്ത് സങ്കടമായാലും സന്തോഷമായാലും ആദ്യം പങ്കുവയ്ക്കുന്നത് മുത്തപ്പനോടാണ്. ഇതുവരെ മുത്തപ്പൻ എൻ്റെ എല്ലാ സങ്കടങ്ങളിലും കൂടെ നിന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും മുത്തപ്പൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തിരുനട ചുറ്റിപ്പറ്റിയുള്ള ഓരോ കാഴ്ചയും ഭക്തിയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും മനോഹരമായ ഒരനുഭവമാണ്. നദിക്കരയുടെ ശാന്തതയും ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനങ്ങളുടെ വിശ്വാസവും എല്ലാം ചേർന്നാൽ മനസ്സിനൊരു പ്രത്യേക സമാധാനം ലഭിക്കും. നമ്മൾ എത്താൻ വൈകിയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ബോട്ടിലൊക്കെ കയറാമെന്ന് വിചാരിച്ചതാണ്. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പറശ്ശിനിയുടെ സൗന്ദര്യം നമുക്ക് ഒന്നുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ കടകളും പ്രസാദത്തിൻ്റെ മണവും ദൂരത്ത് കേൾക്കുന്ന ചെണ്ടമേളവും എല്ലാം പറശ്ശിനിയെ കൂടുതൽ മനോഹരമാക്കുന്നു. ഭക്തരുടെ വിശ്വാസവും ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷവും എല്ലാം ചേർന്നപ്പോൾ ഈ യാത്ര വളരെ സ്പെഷ്യലായി. ഇവിടെ സമയം ചെലവഴിക്കുന്നത് ഒരു യാത്ര മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരനുഭവം കൂടിയാണ്. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ കുറച്ച് കളിപ്പാട്ടമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിക്ക് പറശ്ശിനിയിലെ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുൻപിൽ മുത്തപ്പൻ്റെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചത് കണ്ടപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ശില്പി ഉണ്ണീക്കാനായി നിർമ്മിച്ച ശില്പമാണ്. വളരെ മനോഹരമായിട്ടുണ്ട് ആ ശില്പം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.